തൃശ്ശൂർക്കാരോട് ഒരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. ഇത് സ്ഥലം മനസ്സിലായല്ലോ അല്ലേ? ശക്തൻ ബസ് സ്റ്റാൻഡ് പുറത്തുള്ള ആകാശപാത. കോടികൾ മുടക്കി ഇത് കെട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും അതിലേ കയറി ഇറങ്ങി പോയാൽ മതി എന്ന് കുറച്ച് ആൾക്കാർ ചാടി പിടിച്ചു. അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് കയറാനുള്ള പ്രധാന കവാടങ്ങൾ കൊട്ടിയടച്ചു. എല്ലാ വണ്ടികളും ശക്തൻ പ്രതിമേനെ വലം ചുറ്റി വേണം സ്റ്റാൻഡിലേക്ക് കയറാൻ. പല ബസ്സുകളിലും ചാലുപോയി, പല ബസ്സുകൾക്കും ഓടിയെത്താനാവാതെയായി, ഗതാഗത കുരുക്കായി. അങ്ങനെ തൊഴിലാളികളുടെയും ഉടമകളുടെയും അഭ്യർത്ഥന മാനിച്ച് പൊളിക്കാൻ ഉത്തരവായ വിവരം എല്ലാവരെയും സന്തോഷത്തോടെ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് 23-ാം തീയതി കാലത്ത് 9 മണിക്ക് അതിൻ്റെ ഉദ്ഘാടനം സെബിച്ചേട്ടനും കൂട്ടരും നിർവഹിക്കുന്നതാണ്. അതുമൂലം ബസ്സുകാർക്ക് നിഷ്പ്രയാസം ബസ് സ്റ്റാൻഡിലേക്ക് കയറാവുന്നതും കാൽനട യാത്രക്കാർക്ക് ഒരുപാട് ചുറ്റി വളയാതെ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാവുന്നതുമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം വന്നാൽ തീർച്ചയായും വീണ്ടും ഇത് കൊട്ടിയടക്കപ്പെടുമെന്ന് അധികാരികൾ അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാ ഡ്രൈവർമാരും, എല്ലാ കാൽനട യാത്രക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തൃശ്ശൂർക്കാരോട് ഒരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. ഇത് സ്ഥലം മനസ്സിലായല്ലോ അല്ലേ? ശക്തൻ ബസ് സ്റ്റാൻഡ് പുറത്തുള്ള ആകാശപാത. കോടികൾ മുടക്കി ഇത് കെട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും അതിലേ കയറി ഇറങ്ങി പോയാൽ മതി എന്ന് കുറച്ച് ആൾക്കാർ ചാടി പിടിച്ചു. അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് കയറാനുള്ള പ്രധാന കവാടങ്ങൾ കൊട്ടിയടച്ചു. എല്ലാ വണ്ടികളും ശക്തൻ പ്രതിമേനെ വലം ചുറ്റി വേണം സ്റ്റാൻഡിലേക്ക് കയറാൻ. പല ബസ്സുകളിലും ചാലുപോയി, പല ബസ്സുകൾക്കും ഓടിയെത്താനാവാതെയായി, ഗതാഗത കുരുക്കായി. അങ്ങനെ തൊഴിലാളികളുടെയും ഉടമകളുടെയും അഭ്യർത്ഥന മാനിച്ച് പൊളിക്കാൻ ഉത്തരവായ വിവരം എല്ലാവരെയും സന്തോഷത്തോടെ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് 23-ാം തീയതി കാലത്ത് 9 മണിക്ക് അതിൻ്റെ ഉദ്ഘാടനം സെബിച്ചേട്ടനും കൂട്ടരും നിർവഹിക്കുന്നതാണ്. അതുമൂലം ബസ്സുകാർക്ക് നിഷ്പ്രയാസം ബസ് സ്റ്റാൻഡിലേക്ക് കയറാവുന്നതും കാൽനട യാത്രക്കാർക്ക് ഒരുപാട് ചുറ്റി വളയാതെ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാവുന്നതുമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം വന്നാൽ തീർച്ചയായും വീണ്ടും ഇത് കൊട്ടിയടക്കപ്പെടുമെന്ന് അധികാരികൾ അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാ ഡ്രൈവർമാരും, എല്ലാ കാൽനട യാത്രക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.